നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അത് പാവയ്ക്ക കൃഷിയെ കുറിച്ചാണ്. പാവയ്ക്കയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ പാവയ്ക്ക എന്നാണ്, നമ്മുടെ കൈപ്പക്ക എന്നറിയപ്പെടുന്ന സ്ഥലങ്ങൾ. അത് കൈപ്പുള്ളതുകൊണ്ടായിരിക്കും കുറച്ചല്ലേ. പാവയ്ക്കയ്ക്ക് പൊതുവേ ഒരു കയ്പുണ്ട്. നമുക്ക് ആ 2 ഏക്കർ സ്ഥലത്ത് പാവൽ കൃഷിയാൽ ഹരിതാഭമാക്കിയ കാസർകോട്ടെ യുവ കർഷകരായ സുനൈസിനെയും അബൂബക്കറിനെയും പരിചയപ്പെടാം. മധൂർ ഗ്രാമപഞ്ചായത്തിലെ കൃഷിയിടം ഓണം വിളവെടുപ്പിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ഓണം വിപണി പ്രതീക്ഷിച്ച് 1300ഓളം തൈകൾ വച്ചുപിടിപ്പിച്ച് ജൂണിൽ തുടങ്ങിയ പാവൽ കൃഷിയാണ് വിളവെടുപ്പിന് പാകമായത്. ഈ ഹരിതാപമായ കാഴ്ച യുവ കർഷകരായ പെരുമ്പളയിലെ സുനൈസിന്റെയും അബൂബക്കറിന്റെയും മനസ്സ് നിറയ്ക്കുകയാണ്. മധൂർ കൃഷിഭവൻ പരിധിയിൽ പാട്ടത്തിനടുത്ത 2 ഏക്കർ സ്ഥലത്ത് നടത്തുന്ന കൃഷിയിൽ നിന്ന് 12 ടൺ വിളവാണ് പ്രതീക്ഷിക്കുന്നത്. കൃഷി ഓഫീസറുടെ നിർദ്ദേശമനുസരിച്ച് വളപ്രയോഗം നടത്തിയുള്ള പാവയ്ക്ക കൃഷി വിജയകരമായതിന്റെ സന്തോഷത്തിലാണ് സുനൈസും അബൂബക്കറും. ഓണത്തിനായുള്ള ആദ്യഘട്ട വിളവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. നമ്മളിവിടെ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന രീതിയിൽ കൈപ്പക്കയുടെ ഈസ്റ്റ് വെസ്റ്റിൻ്റെ മായ F1 എന്ന് പറഞ്ഞ വെറൈറ്റിയിലൂടെയാണ് ഇപ്പോൾ 1 ഏക്കറോളം 1300ഓളം തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തികച്ചും ജൈവവളങ്ങളും മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഓണം വിപണി പ്രതീക്ഷിച്ചാണ് നമ്മൾ ഒരു വളവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വിപണിയിലെ ആവശ്യം കണക്കിലെടുത്തും മികച്ച വിളവ് പ്രതീക്ഷിച്ചും ഹൈബ്രിഡ് ഇനമായ മായ F1 ആണ് കൃഷി ചെയ്തിരിക്കുന്നത്. തരിശായി കിടന്ന പ്രദേശത്ത് 2 ലക്ഷത്തോളം രൂപ ചെലവിട്ട് പന്തലൊരുക്കി ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗിലൂടെയാണ് കൃഷിയിടത്തിലേക്ക് ആവശ്യമായ വെള്ളവും വളപ്രയോഗവും നടത്തുന്നത്. ന്യൂസ് 18 കാസർഗോഡ്.